Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കല്യാശ്ശേരിയിൽ ഉൾപ്പെടെ LDF മികച്ച വിജയം നേടുമെന്ന് LDF കല്യാശ്ശേരി നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി കൂടിയായ M. വിജിൻ. കേരളത്തിൽ വീണ്ടും പിണറായി സർക്കാർ അധികാരത്തിലെത്തുമെന്നും M. വിജിൻ പറഞ്ഞു. പഴയങ്ങാടിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനമാണ് കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലെ LDF സർക്കാർ നടപ്പാക്കിയത്. കല്യാശ്ശേരി മണ്ഡലത്തിലും നിരവധി വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇക്കുറിയും ഇടതുപക്ഷത്തെ അധികാരത്തിലെത്തിക്കുമെന്ന് M. വിജിൻ പറഞ്ഞു. പിണറായി വിജയൻ ഗവൺമെന്റ് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ സ്വീകരിച്ചതാണ്. ആ ജനങ്ങൾക്ക് കേരളത്തിൽ വീണ്ടും ഇടതുപക്ഷത്തെ തന്നെ അധികാരത്തിൽ കൊണ്ടുവരണം എന്നതിനപ്പുറമുള്ള ഒരു തരത്തിലുള്ള ചിന്തയും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ടാകില്ല. തീർച്ചയായും കേരളത്തിൽ വീണ്ടും മൂന്നാമതൊരു ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വരും. എക്സിറ്റ് പോളുകൾ UDFന് അനുകൂലമാണെങ്കിലും മെയ് 4-ന് വിധി നിർണയം പൂർത്തിയാകുമ്പോൾ ഇടതുപക്ഷം അധികാരത്തിൽ എത്തുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇടത് കേന്ദ്രങ്ങളിൽ നിന്നുയരുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പയ്യന്നൂരിൽ സമാധാന പദയാത്രയും സത്യാഗ്രഹവും നടന്നു. ഗാന്ധിയനും സമാധാന പ്രവർത്തകനുമായ ഡോക്ടർ PV രാജഗോപാലിന്റെ നേതൃത്വത്തിൽ നടന്ന സമാധാന പദയാത്രയും സത്യാഗ്രഹവും ചിത്രകാരി സുനിത തൃപ്പാണിക്കര ഉദ്ഘാടനം നിർവഹിച്ചു. സമാധാനത്തിനും ജനാധിപത്യ അവകാശങ്ങൾക്കും വേണ്ടി പീപ്പിൾസ് മൂവ്മെന്റ് ഫോർ പീസിന്റെയും പൗരാവകാശ സംരക്ഷണ ഐക്യവേദി പയ്യന്നൂരിന്റെയും നേതൃത്വത്തിൽ ഗാന്ധിയനും സമാധാന പ്രവർത്തകനുമായ ഡോക്ടർ PV രാജഗോപാലിന്റെ നേതൃത്വത്തിൽ സമാധാന പദയാത്രയും സത്യാഗ്രഹവും സംഘടിപ്പിച്ചു. രാഷ്ട്രപതിയുടെ അവാർഡ് നേടിയ ചിത്രകാരി സുനിത തൃപ്പാണിക്കര സത്യാഗ്രഹത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വാമി ആനന്ദതീർത്ഥന്റെ ആശ്രമത്തിൽ ഗാന്ധിജി നട്ട മാവിൻ ചുവട്ടിൽ നിന്ന് രാവിലെ സമാധാന പദയാത്രയും നടന്നു. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് രാവിലെ 10 മണിക്ക് ആരംഭിച്ച സമാധാന സത്യാഗ്രഹം വൈകിട്ട് 5 വരെ നീണ്ടുനിന്നു. P. സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കരുണാകരൻ മാസ്റ്റർ, PV രാജഗോപാലൻ, N. സുബ്രഹ്മണ്യൻ, കാരയിൽ സുകുമാരൻ, ഹരിദാസ് മംഗലശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അകാലത്തിൽ വിട പറഞ്ഞ യുവചിത്രകാരൻ അർജുൻ കെ ദാസിന്റെ സ്മരണകൾ നിലനിർത്തുന്നതിനായി അർജുൻ കെ ദാസ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ചുവർ ചിത്രമൊരുക്കി. TI മധുസൂദനൻ MLA ചിത്രം നാടിന് സമർപ്പിച്ചു. അകാലത്തിൽ വിട പറഞ്ഞ യുവചിത്രകാരൻ അർജുൻ കെ ദാസിന്റെ സ്മരണകൾ നിലനിർത്തുന്നതിനായി അർജുൻ കെ ദാസ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ചുവർ ചിത്രമൊരുങ്ങി. അർജുൻ കെ ദാസ് നിറം മങ്ങാത്ത ഓർമ്മചിത്രങ്ങൾ എന്ന പേരിൽ പയ്യന്നൂർ ഷേണായി സ്ക്വയറിലെ പുതിയ സ്റ്റേജിന് പിറകുവശത്താണ് അർജുന്റെ ചിത്രങ്ങളുടെ പുനരാഖ്യാനം ചിത്രകാരന്മാരായ പ്രകാശൻ പുത്തൂരും സുനിൽ കാനായും ചേർന്ന് ഒരുക്കിയത്. TI മധുസൂദനൻ MLA ചിത്രം നാടിന് സമർപ്പിച്ചു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി അധ്യക്ഷനായി. നടൻ PP കുഞ്ഞികൃഷ്ണൻ, ചിത്രകാരന്മാരായ എബി N. ജോസഫ്, ഉണ്ണിക്കാനായി, ബാലൻ പടിയൂർ, രോഹിത് കണ്ണൻ എന്നിവർ സംസാരിച്ചു. അഹമ്മദാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിൽ അവസാന വർഷ വിദ്യാർത്ഥിയായിരിക്കെ 2015 ജൂൺ 20-ന് സിക്കിമിലെ തീസ്ത നദിയിലെ അപകടത്തിലാണ് പയ്യന്നൂരിലെ അർജുൻ കെ ദാസ് മരണപ്പെട്ടത്. അർജുന്റെ മരണശേഷം പിതാവ് മോഹൻദാസും അമ്മ കരുണദാസും സഹോദരി ആതിരയും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ചേർന്നാണ് ഫൗണ്ടേഷൻ രൂപീകരിച്ചത്. അർജുന്റെ ജന്മദിനമായ മെയ് 2-ന് പൊതു ഇടങ്ങളിൽ ചുവർ ചിത്രങ്ങൾ വരച്ച് നാടിന് സമർപ്പിച്ചു വരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പുസ്തക വായനയും സാംസ്കാരിക പ്രവർത്തനങ്ങളും ഗ്രന്ഥശാലകളിൽ പഴയതിനേക്കാൾ മെച്ചപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഹൊസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഗമത്തിൽ തീരുമാനമായി. ചെറുവത്തൂർ പൂമാല ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം M. രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് സുനിൽ പട്ടേന അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ നിർവാഹക സമിതി അംഗം PVK പനയാൽ, ലൈബ്രറി കൗൺസിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി T. രാജൻ, താലൂക്ക് സെക്രട്ടറി P. വേണുഗോപാലൻ എന്നിവർ സംസ്ഥാന, ജില്ലാ, താലൂക്ക് റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. ജില്ലയിലെ മികച്ച ലൈബ്രറിയനുള്ള പുരസ്കാരം നേടിയ പുല്ലൂർ AKG ഗ്രന്ഥാലയത്തിലെ K. കാർത്യായനി,
ഗ്രന്ഥാലോകം മാസികയ്ക്ക് കൂടുതൽ വരിക്കാരെ ചേർത്ത പട്ടേന ജനശക്തി ഗ്രന്ഥാലയം, ഓലാട്ട് നാരായണ സ്മാരക ഗ്രന്ഥാലയം, ഞണ്ടാടി EK നായനാർ സ്മാരക ഗ്രന്ഥാലയം എന്നിവരെ ചടങ്ങിൽ M രാജഗോപാലൻ MLA അനുമോദിച്ചു. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ ഭാഗമായി മണ്ഡലത്തിലെ 102 ഗ്രന്ഥശാലകൾക്ക് MLA ഫണ്ടിൽ അനുവദിച്ച പുസ്തകങ്ങളുടെ വിതരണോദ്ഘാടനവും നടന്നു. K. സുകുമാരൻ, K. ലളിത, P. കുഞ്ഞിരാമൻ, CB വിജയരാജ്, PV ദിനേശൻ, TV ബാലകൃഷ്ണൻ, A. നിത്യ, T. തമ്പാൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് പഞ്ചായത്ത്, നഗരസഭാ തലത്തിൽ ഗ്രന്ഥശാല പ്രവർത്തകരുടെ ചർച്ചയും ക്രോഡീകരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. തലയറ്റ് തെങ്ങുകൾ ആശങ്കയിൽ കർഷകർ. മുൻകാലങ്ങളിൽ വല്ലപ്പോഴും മാത്രമാണ് ഒരു തെങ്ങിന്റെ തല നശിച്ചു പോകുമായിരുന്നുള്ളൂ. ഇപ്പോഴത് പതിവ് കാഴ്ചയാണ്. തെങ്ങുകൾ തലയറ്റു പോകുമ്പോൾ കർഷകർ ആശങ്കയിലാവുകയാണ്. തെങ്ങുകൾ വ്യാപകമായി ഉണങ്ങി തലയറ്റു പോകുന്നത് ഇപ്പോൾ പതിവാകുകയാണ്. നിരവധി സ്ഥലങ്ങളിൽ തലയറ്റ തെങ്ങുകളെ കാണാനാകും. ഇതിലേറെ ആശങ്കപ്പെടുകയാണ് കേര കർഷകർ. തേങ്ങവിലയിലെ ഏറ്റക്കുറച്ചിലുകൾക്കിടെ തെങ്ങുകളുടെ രോഗം കൂടി ബാധിക്കുന്നതാണ് കർഷകരെ ഏറെ പ്രതിസന്ധിയിലാക്കുന്നത്. മുൻപ് 1-2 തെങ്ങുകളിലാണ് ഇങ്ങനെ കാണപ്പെട്ടതെങ്കിൽ ഇപ്പോൾ കൂടുതൽ തെങ്ങുകളിലേക്ക് ഈ പ്രവണത വ്യാപിക്കുന്നുണ്ട്. പലരും തങ്ങളുടെ പ്രശ്നങ്ങൾ സഹിക്കാൻ തയ്യാറാവുകയാണ് പതിവ്. പരാതിപ്പെട്ടിട്ട് കാര്യമില്ല എന്ന് കർഷകർക്ക് അവരുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അറിയാം. കാലാവസ്ഥയിലെ മാറ്റമാണ് തെങ്ങുകൾക്ക് രോഗം വരാൻ കാരണമെന്നും പറയുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. വഴിയോരങ്ങളിൽ ഇളനീർ പന്തലുകൾ വ്യാപകമാകുന്നു. ഈ ഒരു ചൂട് സമയത്ത് ദാഹമകറ്റാൻ ഏറ്റവും അനുയോജ്യമായ ഒന്നാണ് ഇളനീരുകൾ. അതിന്റെ കാഴ്ചയൊന്ന് കണ്ടുവരാം. വഴിയോരങ്ങളിൽ ഇളനീർ പന്തലുകൾ വ്യാപകമാകുന്നു. വേനലിന്റെ കാഠിന്യം കൂടിയതോടെ ഇളനീരിനും ആവശ്യക്കാരേറിയതാണ് ഇളനീർ പന്തലുകളെ പ്രിയങ്കരമാക്കിയിരിക്കുന്നത്. മായമൊന്നുമില്ലാത്ത ശുദ്ധമായത് കുടിക്കാമെന്നതും പലരും ഇളനീരിനെ തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇളനീർ ജ്യൂസ് എന്നിങ്ങനെ പലതരം പാനീയങ്ങളും ഇത്തരം പന്തലുകളിൽ ലഭ്യമാണ്. ഉൽപാദനക്കുറവ് ഇളനീരിന്റെ വിലയും ഉയരാൻ കാരണമായിട്ടുണ്ട്. എന്നാൽ കേരം തെങ്ങും കേരള നാട്ടിൽ നിന്നല്ല ഈ ഇളനീരത്രയും വരുന്നത്. ഇവ വരുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമാണ്. മടക്കര പോലുള്ള സ്ഥലത്ത് നിന്നും ഇളനീർ എത്തുന്നുണ്ട്. സർക്കാർ നിര പോലുള്ള പദ്ധതികൾ കൊണ്ടുവന്നെങ്കിലും വിജയമായില്ല. നല്ല കച്ചവടം നടക്കുന്നുണ്ടെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. നമ്മുടെ നാട്ടിലെ ഇളനീരുകളും ഇത്തരത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ജഗദീശ്വരി കലാമന്ദിരത്തിന്റെ ആഭിമുഖ്യത്തിൽ ബിനു ഗുരുക്കളുടെ ശിക്ഷണത്തിൽ അഭ്യസിച്ച കുട്ടികളുടെ കളരി അരങ്ങേറ്റം നടന്നു. ഡോക്ടർ E. ശ്രീധരൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കാരയിൽ ജഗദീശ്വരി കലാമന്ദിരത്തിന്റെ ആഭിമുഖ്യത്തിൽ ബിനു ഗുരുക്കളുടെ ശിക്ഷണത്തിൽ അഭ്യസിച്ച കുട്ടികളുടെ കളരി അരങ്ങേറ്റം നടന്നു. ഡോക്ടർ E. ശ്രീധരൻ കളരി അരങ്ങേറ്റത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജഗദീശ്വരി കലാമന്ദിരം പ്രസിഡന്റ് KP രാജശേഖരൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജഗദീശ്വരി കലാമന്ദിരം സെക്രട്ടറി രവീന്ദ്രൻ K. സ്വാഗതം പറഞ്ഞു. നഗരസഭാ കൗൺസിലർമാരായ C. വൈശാഖ്, റീത്ത KV, C. ശ്രീകല എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് ശിവദാസ് VV നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ വെച്ച് ഗുരുക്കൾ K. ബിനുവിനെ ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുതാഴം അമ്പലം റോഡ് മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാ കലശ തിരുവപ്പന മഹോത്സവം മെയ് 4, 5, 6 തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചെറുതാഴം അമ്പലം റോഡ് മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാ കലശ തിരുവപ്പന മഹോത്സവം മെയ് 4, 5, 6 തീയതികളിൽ നടക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മെയ് 4-ന് രാവിലെ 9 മണിക്കും 10 മണിക്കും ഇടയിൽ പ്രതിഷ്ഠ, വൈകുന്നേരം 4 മണിക്ക് മലയിറക്കൽ, 5 മണിക്ക് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര, 6 മണിക്ക് വെള്ളാട്ടം, രാത്രി 10 മണിക്ക് കളിക്കപ്പാട്ട്, മെയ് 5-ന് രാവിലെ 5 മണിക്ക് അന്തിത്തിറ പുറപ്പാട്, 11 മണിക്ക് അടിച്ചുതള്ളി വെള്ളാട്ടം, 4-ന് മലയിറക്കൽ, വൈകുന്നേരം 6 മണിക്ക് ഊട്ടും വെള്ളാട്ടം, രാത്രി 8 മണി മുതൽ അന്നദാനം, 10 മണിക്ക് അന്തിവേല, 10:15-ന് കളിക്കപ്പാട്ട്, 11-ന് കലശമെഴുന്നള്ളത്ത്, 11:30-ന് വെള്ളക്കെട്ട്. മെയ് 6-ന് പുലർച്ചെ 5-ന് തിരുവപ്പന വെള്ളാട്ടം, ഉച്ചയ്ക്ക് 12 മണി മുതൽ അന്നദാനം, മലകയറ്റൽ, വൈകുന്നേരം 6-ന് പ്രാദേശിക കലാപരിപാടികൾ. PP രാജീവൻ, MV ഉണ്ണികൃഷ്ണൻ, KV ലക്ഷ്മണൻ, KV മനോജ്, P സന്തോഷ്, ഗോവിന്ദൻ മണ്ടൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ചക്ക തിന്നോളൂ, പക്ഷേ അതൊന്നിനും മരുന്നല്ല എന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. വിപണി താൽപര്യം മുൻനിർത്തി ചക്കയെ സർവ്വരോഗ സംഹാരിയായി കാണുന്നവർ കരുതലോടെയിരിക്കുക. ചക്ക തിന്നോളൂ, പക്ഷേ അതൊന്നിനും മരുന്നല്ലെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. ആയുർവേദം ചക്കയെ പരിഗണിച്ചിട്ട് കൂടിയില്ല.
കുറച്ച് നാരുകൾ ഉണ്ടെന്നതൊഴിച്ചാൽ അതിൽ പ്രത്യേകിച്ച് യാതൊരു ഗുണവുമില്ല. ഭക്ഷ്യക്ഷാമകാലത്ത് നമ്മെ കാത്തത് ചക്കയാണ്. അതിന് നമുക്ക് ചക്കയോട് നന്ദി പറയാം. ഇനിയും അത്തരം ഭക്ഷ്യക്ഷാമം നേരിടുകയാണെങ്കിൽ അതിനെ നേരിടാൻ ചക്കയേക്കാൾ വലുതായി മറ്റൊന്നുമില്ലതാനും. ബാക്കിയൊക്കെ നുണക്കഥകൾ മാത്രം. വിപണി താൽപര്യം മുൻനിർത്തി ചക്കയെ സർവ്വരോഗ സംഹാരിയായി കാണുന്നവരുടെ കെണിയിൽ പെട്ടുപോകാതെ കരുതലോടെയിരിക്കുക. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. മറയുന്നില്ല മച്ചിത്തോൽ. പഴയകാലത്ത് ചിതൽ ശല്യത്തിന് പരിഹാരമായും കൃഷിക്ക് വളമായും ഉപയോഗിച്ചിരുന്ന ഒന്നാണ് മച്ചിത്തോൽ. കണ്ടൽ സസ്യമായ മച്ചിത്തോൽ കുണിയൻ ഭാഗത്ത് വ്യാപകമായി കാണപ്പെടുന്നു. മച്ചിത്തോൽ എന്ന് നാടൻ ഭാഷയിൽ പറയുന്ന കണ്ടൽ സസ്യം കുണിയൻ പുഴയോരത്ത് വ്യാപകമായി കണ്ടുവരുന്നു. പുതിയ തലമുറയ്ക്ക് തീർത്തും അപരിചിതമാണ് ഈ കണ്ടൽ സസ്യത്തോട് തങ്ങളുടെ പൂർവികർക്കുള്ള അഭേദ്യമായ ബന്ധം. പഴയകാലത്ത് വീടിന്റെ മച്ചിന് ചിതൽ പിടിക്കാതിരിക്കാൻ ഈ സസ്യത്തിന്റെ ഇലകളാണ് ഉപയോഗിച്ചിരുന്നത്. മരത്തടികൾക്ക് ചിതലിന്റെ ശല്യമേൽക്കാതെ ഇത് കാത്തുകൊള്ളും. കുണിയനിൽ ഒരുപാട് കണ്ടലുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ മച്ചിൻതോല്. അത് കണ്ടത്തിലെത്തുമ്പോൾ വളമായിട്ടും മച്ചിനിടാൻ വേണ്ടിയിട്ട് ആകുമ്പോൾ മച്ചിൻതോലായിട്ടും കാണപ്പെടുന്നു. ഒപ്പം തന്നെ കൃഷിക്ക് വളമായും ഇത് ഉപയോഗിച്ചിരുന്നു. ഒരു കാർഷിക ഗ്രാമമായ കുണിയനിൽ പുഴയോരത്ത് ധാരാളമായുള്ള മച്ചിത്തോൽ കൃഷിയുടെ അഭിവൃദ്ധിക്ക് സഹായിച്ചിട്ടുണ്ടെന്നാണ് കർഷകനായ ശ്രീധരൻ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. കൊയ്തൊഴിഞ്ഞ പാടങ്ങളിൽ പച്ചക്കറി സമൃദ്ധി. ചീരയും വെണ്ടയും മത്തനും മാത്രമല്ല ഉഴുന്നും പയറും മുതിരയും വരെ ഇവിടെ കൃഷി ചെയ്യുന്നു. കൊയ്തൊഴിഞ്ഞ പാടങ്ങളിൽ പച്ചക്കറി സമൃദ്ധി. പാടത്ത് ഇടവിളയായി പച്ചക്കറി കൃഷി ചെയ്യുന്നവർ നിരവധിയാണ്. ചീരയും വെണ്ടയും മത്തനും മാത്രമല്ല ഉഴുന്നും പയറും മുതിരയും വരെ ഇവിടെ കൃഷി ചെയ്യുന്നു. പാടത്ത് തന്നെ ചെറിയ കുഴികൾ ഉണ്ടാക്കിയാണ് പലരും പച്ചക്കറിക്കൊഴിക്കാനുള്ള വെള്ളം കണ്ടെത്തുന്നത്. ഒരു കൊല്ലത്തേക്കുള്ള വെള്ളരിയും കുമ്പളങ്ങയും പയറും മുതിരയുമെല്ലാം പലരും ഈയൊരു കാലയളവിലാണ് കൃഷി ചെയ്യുന്നത്. വിൽക്കാനുള്ള പച്ചക്കറിയും ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. വാർത്തകൾ സമാപിക്കുന്നു. ഏവർക്കും നമസ്കാരം.